വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. എഫെസ്യർ ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. പ്രൈസ് ദി ലോർഡ്. എന്താണ് നമ്മൾ വായിച്ചത്? സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം ആരംഭം തന്നെ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ അനുകരിക്കുക, ദൈവത്തെ അനുഗമിക്കുക. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ അനുഗമിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന് സൗരഭ്യവാസനയായി മാറണമെന്നാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് സൗരഭ്യവാസനയായി മാറണം. മാത്രമല്ല, ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്ക്, ഹല്ലേലൂയ, ചീത്തത്തരം പൊട്ടച്ചൊല്ല് കളിവാക്കി ഇങ്ങനെ ചേർച്ചയല്ലാത്തവയൊക്കെ ദൈവഭക്തന്മാർ മാറ്റിവെച്ചിട്ട് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളായി മാറാതെ അവയെ നാം നമ്മെ തന്നെ ശാസിച്ചതിനെ അടക്കി നാം ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിനെ പാടിയും കീർത്തനം ചെയ്തു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവൻ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്ന എഫെസ്യ ലേഖനം 5-ാം അധ്യായം ഹല്ലേലൂയ 1-2 വാക്യങ്ങളും 3-7 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ അതിന്റെ 11-ാമത്തെ വാക്യവും 18-19 വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞ ഭാഗം കാണാൻ കഴിയും. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവഭക്തിന് വേണ്ടിയ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. അതിൽ പ്രധാനമാണ് പൊട്ടച്ചൊല്ല്, ചീത്തത്തരം, കളിവാക്ക് പറയരുതെന്ന്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ കൂട്ടാളികളായി മാറരുത്. ആ കാര്യങ്ങളെ പൗലോസ് മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത്, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. പ്രൈസലോ. നിന്റെ ഉള്ളിൽ അതുണ്ടോ ശ്രോതാവേ? ഇന്നും പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരവും പറഞ്ഞു നടക്കുന്ന എത്രയോ ദൈവദാസിദാസന്മാർ, എത്രയോ ക്രൈസ്തവരെ കാണാൻ കഴിയും. അല്ലേരി. എന്നിട്ട് വചനം പറയാണ്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അല്ലേരിയ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുള്ളിൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. വീഞ്ഞ് കുടിക്കാനേ പാടില്ല, അത് മാറ്റിക്കളയണം. പക്ഷെ ഇന്ന് എല്ലാ ഭക്തന്മാരും പുരോഹിതന്മാരടക്കം വീഞ്ഞു കുടിക്കുന്നു. പുരോഹിതന്മാരടക്കം കാമേലിന്റെ ബീവറേജിൽ നിന്ന് ബാറിൽ നിന്ന് അല്ലെങ്കിൽ ഒക്കെ സാധനം വരുത്തി വെച്ച് കുടിക്കുന്ന അനവധി സംഭവങ്ങൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചിലരേക്ക് അറിയാം. പ്രൈസലോ. ഞങ്ങളുടെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങൾ ഈ ലോഡിങ് തൊഴിലാളി, ഞാനിപ്പോൾ പറയാം, ഞാൻ ലോഡിങ് തൊഴിലാളി എന്ന് പറയും. എറ്റും പറഞ്ഞ തടിപ്പണി രംഗത്ത് പണിത് 25 വർഷം സേവനമായിരുന്നു ഈ തടിപ്പണി രംഗത്ത് കേട്ടോ. വലിയ ഉദ്യോഗമൊന്നുമല്ല, തടിപ്പണിയായിരുന്നു, യൂണിയൻ. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ പള്ളിയിൽ, ഞങ്ങളുടെ അവിടുത്തെ ഒരു ക്രൈസ്തവ പള്ളിയിൽ ഒരു അച്ഛനുണ്ട്. ഈ അച്ഛൻ രാവിലെയും വൈകിട്ടും എപ്പോഴും ഞങ്ങളുടെ സിറ്റി വരും. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൈ 2 വിൽസ് പാക്കറ്റ് കാണും. ഏതാ ഒരു 10-35 വർഷം മുമ്പാ 2 വിൽസ് പാക്കറ്റും അതിൻ്റെ തീപ്പെട്ടിയും കാണും അദ്ദേഹത്തിന്റെ കൈ. ഇന്നത്തെ ലൈറ്റർ വേറെ ലാമ്പുണ്ട്, അദ്ദേഹത്തിന്റെ ഉപായത്തിൽ കാണും. ഇദ്ദേഹം പൊതു ടൗണിൽ വന്നു നിന്ന് ഈ ഫിൽട്ടർ എന്താ വിൽസൊക്കെ വലിച്ചു വിടുമ്പോൾ എല്ലാവർക്കും വലിയൊരു അത്ഭുതമായിരുന്നു കാഴ്ച. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ വിൽസ് വലിക്കാൻ കഴിയുന്നവൻ ഞങ്ങളുടെ നാട്ടിലില്ല, ആകെപ്പടി അച്ഛനാണുള്ളത്. ദേവിയ. ഇന്നത്തെ കാലത്തൊക്കെ ഞാൻ ഓർക്കും എത്രയോ ലജ്ജാവുകയാണ് അവരൊക്കെ ചെയ്തതിൻ്റെ പൈസ. ഒരു ഭക്തൻ എന്താ? മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. ഒരു ഭക്തൻ, ഒരു ക്രൈസ്തവൻ എന്ന് പറയുന്നത് അവൻ വെളിച്ചത്തിന്റെ മകനാണ്. ക്രിസ്തു ആകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മെ വെളിച്ചത്തിലേക്ക് നടത്തി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പിന്നെ വരുന്നത് സകല സൽഗുണവും നീതിയും സത്യവും അല്ലോ വെളിച്ചം. അതായിരിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരേണ്ടത്. മാതൃകയില്ലാത്ത അത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അല്ലേരിയ. പ്രൈസ്. കള്ളുഷാപ്പിൽ പോയിരുന്ന് ഞാനീ പറഞ്ഞ ഫാദർ കള്ളു കുടിക്കുമായിരുന്നു. പ്രൈസ്. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ നാട്ടുകാരത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. പ്രൈസിലോ. വർഷങ്ങൾക്ക് മുമ്പത്തെ കഥ കേട്ടോ. അല്ലേരിയ. ഇപ്പം പിന്നെ മുട്ടിനും ബാറുകളായതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കൊണ്ട് വെച്ച് കുടിക്കുക, വാങ്ങിക്കൊടുക്കാൻ ആളുകളുണ്ട്. പ്രൈസ്. അല്ലേരിയ. ഇവിടെ എന്നെ കേൾക്കുന്ന നല്ല മാതാപിതാക്കളായി
നിങ്ങളുടെ മക്കൾക്ക് നല്ല സ്വഭാവങ്ങളെ പറഞ്ഞു കൊടുത്ത് അവർ ദൈവത്തെ സ്തുതിക്കാൻ പഠിപ്പിക്കണം. മാതാപിതാക്കളെ നല്ല സ്വഭാവത്തോടു കൂടി മക്കളെ നല്ലവണ്ണം ചിട്ടയിലും അനുസരണത്തിലും ദൈവഭയത്തിലും അവരെ വളർത്തിയെടുക്കുവാൻ, അവർ മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുവാൻ, മറ്റുള്ളവരെ സഹായിപ്പാൻ, മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാൻ, കഷ്ടതയിൽ കിടക്കുന്നവൻ്റെ അരികിൽ കടന്ന് അവനെ ആശ്വസിപ്പിക്കുവാൻ മക്കളെ നല്ല സ്വഭാവത്തിൽ പറഞ്ഞു പഠിപ്പിക്കണം. അല്ലേരിയ സോദരം. അപ്പം മക്കൾ നല്ല ഗുണശാലികളായി, നല്ല ഗുണമുള്ളവരായി ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അവരെ ഉത്സാഹപ്പെടുത്തണം. പ്രൈസ്. നിങ്ങളുടെ മക്കൾ നല്ല നിലയിലെത്താൻ നിങ്ങളാണ് ഇപ്പോൾ അവരെ പഠിപ്പിക്കേണ്ടത്. അല്ലാതെ വീട്ടിനകത്ത് കള്ള് മേടിച്ചു കൊണ്ട് വെച്ചിട്ട് മക്കളെ കുടിച്ച് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ട്യൂഷൻ ഉണ്ട്. ആദ്യം എൻ്റെ വൈഫ് മരിക്കുന്ന ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ട്യൂഷൻ പഠിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ വരും. അപ്പം ഞാൻ അവരോട് വീട്ടുവിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ചോദിക്കുമ്പോൾ അവർ വെക്കേഷൻ പോയ കാര്യം പറയും. മാമൻ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കള്ള് തന്നിട്ട് ഞങ്ങളെ കുടിപ്പിക്കുമെന്ന് പറയും. കേട്ടോ, മക്കളെ പഠിപ്പിക്കുന്നത് എന്താ? മക്കളെ നല്ല ഗുണത്തിൽ വളർത്തിയെടുത്തിൻ്റെ മക്കൾ അന്ന് അങ്ങനെ പോയി ചില മക്കളൊക്കെ ഇന്ന് കള്ളുകുടിയന്മാരായിട്ട് നടക്കുന്നുണ്ട്. അല്ലേ? അപ്പം മാതാപിതാക്കളുടെ കടമ എന്താണ്? മക്കളെ നല്ല നിലയിൽ മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്ന നിലയിൽ അവരെ നല്ല ഗുണമുള്ളവരായി മറ്റുള്ളവരെ നല്ലവരാക്കി വളർത്തിയെടുക്കുക. ദൈവത്തിന്, സമൂഹത്തിന്, സഭയ്ക്കും നിയമത്തിൻ്റെ മുമ്പിൽ അവർ കുറ്റവാളികളായി മാറാതെ അവർ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ മാറുവാൻ നാം നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കണം. രക്തം ചെയ്യണം. അല്ലേരിയ സ്തോത്രം. നമുക്കറിയാം, ഈ കോഴിക്കുഞ്ഞിനെ തള്ളെ നമ്മൾ കാണില്ല. കോഴിത്തള്ള കുഞ്ഞുങ്ങളെ കൊത്തിവിരിച്ച് ഇറക്കി കഴിഞ്ഞാൽ ഈ തള്ളക്കോഴി പോകുന്ന പുറകെ ഈ കുഞ്ഞുങ്ങളങ്ങ് പോകും. അല്ലേരിയ. ഈ തള്ളക്കോഴിയാണ് ചകഞ്ഞിട്ട് കൊടുത്ത് കുട്ടികൾക്ക് തീറ്റി കൊടുക്കുന്നത്, കോഴിക്കുഞ്ഞുങ്ങൾക്ക്. അതുപോലെ പക്ഷിമൃഗജാതികളെ നോക്കിയാലും എല്ലാം ഇതൊക്കെ തന്നെയാണ് മനുഷ്യനുള്ള ബന്ധത്തിൽ. എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വെളിപ്പെടുത്തി കൊടുക്കുന്നോ, എന്ത് കാണിച്ചു കൊടുക്കുന്നോ, അവരെ എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നോ അവരത് തന്നെ ചെയ്യും. അത് നല്ല ഗുണവിശേഷങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന രീതിയിലാണ് നിന്റെ മക്കളെ വളർത്തുന്നതെങ്കിൽ നിന്റെ മക്കൾ നിനക്ക് വളരെ അനുഗ്രഹമായി തീരും. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം. വേദപുസ്തകം നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെ ഇരിക്കുമെന്ന് ഹല്ലേലൂയ 128 സംഗീതം വായിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് 127 സംഗീതം വായിക്കണം. മക്കൾ യൗവനത്തിൽ ദൈവം തരുന്ന സമ്പത്താകട്ടോ. അവരെ നല്ല രീതിയിൽ വളർത്തണം. അത് അവർ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായിരിക്കണം, പ്രിയപ്പെട്ടവരായിരിക്കണം. ഹല്ലേലൂയ. പരോപകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പരോപകാരം എന്ന് പറഞ്ഞാൽ നന്മയായവരെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് പരോപകാരം. നന്മയായതിനെ കുറിച്ച് ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് പരോപകാരം. നന്മയായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതും നന്മയായ കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പരോപകാരം എന്നൊക്കെ പറയും. നിങ്ങളുടെ സ്വഭാവത്തോടു കൂടി നിങ്ങളുടെ കുട്ടി നല്ല മകനായി വളരുവാൻ, മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നവനായി വളരുവാൻ നിങ്ങൾ അവനെ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനും വിശ്വാസികൾക്കും വളരെ പ്രയോജനമുള്ളവരായി ശോഭിക്കണം. നിങ്ങൾ ആമേൻ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ മക്കളെ വളർത്തുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്രായത്തിലെ മക്കളോട് ദൈവത്തെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ വേദപുസ്തകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് ദൈവഭയത്തിലും വിശുദ്ധിയിലും വളർത്തുന്ന പകരമായി ചെറിയ കുട്ടികളെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ തന്നെ മൊബൈലും കാണിച്ച് അവരെ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്ന് വേണ്ട എല്ലാം കടച്ചക്ക എല്ലാം കൂടെ ചേർത്ത് അതിനകത്തുള്ള എല്ലാ അശ്ലീലങ്ങളും കുഞ്ഞു കുട്ടിയുടെ ചെറു മനസ്സിൽ തന്നെ അതിനകത്ത് കയറി കൂടുക. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില മാതാപിതാക്കൾ നമ്മളെപ്പോലെ ഒന്നും അല്ല ഇന്നത്തെ കുട്ടികൾ കേട്ടോ. അവർ ഭയങ്കര ബുദ്ധിയുള്ളവരാണ്. അവർക്ക് യൂട്യൂബ് എവിടെ, ഇൻസ്റ്റാഗ്രാം എവിടെ, ഫേസ്ബുക്ക് എവിടെ, അവർക്ക് കോമഡി എവിടെ, റിയാലിറ്റി ഷോ എവിടെയാ, പിന്നെ ഗെയിം അവർക്ക് നന്നായിട്ട് അറിയാം അല്ലേ. അവർ തോണ്ടി നമ്മളെക്കാട്ടി എന്ത് അഭിമാനത്തോടാണ്, ലജ്ജയില്ലാത്ത സഹോദര സൗരി നിന്റെ കുട്ടിയെക്കുറിച്ച് യൂട്യൂബ് അറിയാമെന്ന് പറയുന്നത്. യൂട്യൂബ് അറിയാം. നിന്റെ കുട്ടി ദൈവത്തെക്കുറിച്ച് അറിയാമെന്നാണോ നീ പറഞ്ഞേ? യൂട്യൂബ് അറിയാവുന്ന, ഫേസ്ബുക്ക് അറിയാം, ഇൻസ്റ്റാഗ്രാം അറിയാവുന്ന, അതെല്ലാം ഒരു കുട്ടിക്ക് നല്ല പരിചയം, നല്ല കഴിവാണ്. ലജ്ജയില്ലാത്ത മാതാപിതാക്കളെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കുട്ടിയെക്കുറിച്ച് മറ്റുള്ളവർ നല്ലത് പറഞ്ഞെങ്കിൽ അവരെ ദൈവഭയത്തിൽ വളർന്നു അല്ലേ. പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തിനും പറഞ്ഞ് ഇരുട്ടിൽ നിഷ്പ്രവർത്തികൾക്ക് കുട്ടികളെ പറഞ്ഞു വിട്ടിട്ട് നീ വീട്ടിനകത്തും വീഞ്ഞു കുടിച്ച് മാത്രമേ നിന്റെ കുട്ടിയെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അവൻ നിനക്ക് ദോഷമായി മാറും അല്ലേ. അവൻ വളർന്നു വരുമ്പോൾ നിനക്ക് കണ്ണുനീരായി മാറും. കണ്ടില്ലേ നടക്കുന്ന കാണുന്നത് നിന്റെ കുടുംബത്തെ നോക്കിയാട്ട്. ഹല്ലേലൂയ.
അല്ലെങ്കിൽ മൊബൈൽ കൊടുത്തല്ല നിന്റെ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. ഇന്നത്തെ കാലം അപ്പനൊരു മൊബൈൽ, അമ്മയൊരു മൊബൈൽ, അമ്മായിപ്പരും മരുമോളും മരുമക്കളും എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടും മൊബൈലുമായിട്ടും മാറി ഇരുന്നിട്ട് തോണ്ടലാ. എന്താ തോട്ടിയത് നീ? നിന്റെ മക്കളെ നീ വചനം പറഞ്ഞ് പഠിപ്പിച്ച് മറ്റുള്ളവർക്ക് ശ്രേഷ്ഠനായി വളർത്ത്. അല്ലേലിയ. ചില വീട്ടിലെ മക്കളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ മെലഡിയ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, അത്ര കോലമാ. അല്ലേലിയ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ടില്ലേല് നിങ്ങൾ എന്താ ചെയ്യാനാ? അല്ലേലിയ. സ്തോത്രം. ഫ്രൈസറോ മാനസാന്തരം. ഞാനിത് പറയണം, ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് പൊട്ടച്ചൊല്ലും കളിവാക്ക് ചീത്തത്തരവും ഒക്കെ പറഞ്ഞ് ജീവിച്ച് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളായി വീഞ്ഞു കുടിച്ച് മത്തനായി ദൈവമാരെന്നറിയാതെ ഒക്കെ നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലേലിയ. എന്നെ എൻ്റെ കർത്താവൊന്ന് സ്പർശിച്ചു, എന്നെ എൻ്റെ കർത്താവൊന്ന് തൊട്ടു, എൻ്റെ മേലെ ദൈവ സാന്നിധ്യം വന്നു. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തനത്തെ മാറ്റി വീഞ്ഞു കുടിച്ച് മത്തനാകാനല്ല നിന്നെ വേർതിരിച്ചത്. വീഞ്ഞു കുടിച്ച് മത്തനാകാനല്ല നിന്നെ ഇവിടെ ആക്കിയത്. സങ്കീർത്തനങ്ങളാലും ശ്രുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പാടി പ്രബോധിപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിച്ച് വേർതിരിച്ചു എന്ന് പറഞ്ഞ് കർത്താവ് എന്നെ മാറ്റി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അപമാനങ്ങളെ ഞാൻ എനിക്കുണ്ടാക്കി വെച്ച അപമാനങ്ങളെയെല്ലാം ഞാൻ ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ മക്കളെ നീ നന്നായിട്ട് വളർത്തണം. അല്ലേലിയ. നിങ്ങളുടെ മക്കളെ അല്ലാതെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ വലിയ പൾസറിൻ്റെ വണ്ടി, മറ്റേ ഈ പുറകു പൊങ്ങി നിൽക്കുന്ന വണ്ടിയൊക്കെ എടുത്തല്ല നീ വിടണ്ടേ. കഴിഞ്ഞ ദിവസം ഞാനൊരു വണ്ടി, എൻ്റെ മുമ്പിൽ ഒരു വണ്ടി പുറകെ ചീറിപ്പാഞ്ഞൊരു ഭയങ്കര സൗണ്ടായി. ഇപ്പം എനിക്ക് പേടിയായി. ഇനിയിപ്പം അത് ദേഹത്തങ്ങാണ് ഇടിച്ചു കയറിയാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സൗണ്ട് കേട്ടിട്ട് ഞാൻ പെട്ടെന്ന് സൈഡ് ഒതുക്കി. ആംബുലൻസ് വരുമ്പോൾ സൈഡ് ഒതുക്കി കൊടുക്കും. ഞാൻ അങ്ങ് സൈഡ് ഒതുക്കി കൊടുത്തു. എവിടെയും ചെന്ന് കയറുമല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഒരു പുറകങ്ങ് പൊങ്ങി നിൽക്കുക. അങ്ങനെ നിൽക്കുന്ന വണ്ടിയിൽ ഒരു ചെറുക്കൻ പെണ്ണും കൂടെ ഇവളങ്ങ് മറിഞ്ഞു കിടക്കുക. അങ്ങനത്തെ ആ വണ്ടി മറിഞ്ഞു കിടക്കുക. അവൻ്റെ അങ്ങ് കമന്ന് കിടക്കുന്നു, ഇവൾ അതിന് മോളിൽ കിടക്കുന്നു. ഈ വണ്ടി ഇവൻ റോഡ് കണ്ടാണ് ഓടിക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ഇവനൊക്കെ ഒരു മാനസാന്തരം കൂടെ, ഇവൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒരു മാനസാന്തരം കൊടുക്കണം. ഇവൻ്റെ അപ്പനും അമ്മയൊക്കെ ഇവനെയൊക്കെ ഇങ്ങനെ ഇറക്കി വിട്ട് നീ അതൊന്നും ചെയ്യരുത്. നിന്റെ മക്കളെ നീ യോഗ്യമായ രീതിയിൽ നടത്തണം, ദൈവവൈദ്യം നടത്തണം. അല്ലേ? വണ്ടിയുടെ മുകളിലേക്ക് വണ്ടി അതിൻ്റെ പുറത്തെ സീറ്റ് പൊങ്ങിയില്ല. അങ്ങനെ ഈ പെണ്ണതിൻ്റെ മുകളിൽ കമന്ന് കിടക്കുക. ഇവൻ അതിനെ കാട്ടിക്കവന്ന് റോഡ് കാണുമെന്ന് അറിയത്തില്ല. എത്ര ലജ്ജാവുക. എന്നിട്ട് ഭയങ്കര സൗണ്ട് ഇട്ട്. ഒന്ന് ഓർത്തു ഈ കാലഘട്ടം തലമുറ പിശാച് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന്. വേദപുസ്തകം എന്താണ് സഹോദരൻ പഠിപ്പിച്ചത്? നീ ദൈവത്തിന് സൗരഭ്യവാസനയായി മാറണം. ദൈവത്തിന് സൗരഭ്യവാസനയായി മാറണമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുന്നത്, ആകിയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പണം. അപ്പൊ നീ ദൈവത്തിന് സൗരഭ്യവാസനയായി മാറണം. അല്ലേ? കർത്താവിനെ വേണം അനുകരിക്കാൻ, ലോകത്തെ അല്ല നീ അനുകരിക്കേണ്ടത്. വാഹന കമ്പനികൾ ഉടമകൾ ഇഷ്ടംപോലെ 2 വീലർ ഏത് ഫാഷനിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിന്റെ മക്കളുടെ ജീവൻ അപകരിച്ചെടുക്കാൻ. അല്ലേലിയ. നിങ്ങൾ ഈ ബജാജിന്റെ വണ്ടിയൊക്കെ നന്നാക്കുന്ന ഷോറൂമിൽ ചെല്ലണം. എനിക്ക് മുമ്പ് ബജാജിന്റെ ഒരു ബൈക്ക് ഉണ്ട്. അപ്പം ഞാൻ നന്നാക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, എൻ്റെ സഹോദരന്മാരെ ഇവിടെ ഈ ഇരിക്കുന്ന വണ്ടി മുഴുവൻ പൾസറാണല്ലോ, വേറെ ഡിസ്കവർ ഒന്നുമില്ല. ഞാനൊക്കെ ഏറ്റവും കുറഞ്ഞ ഡിസ്കവർ ഇട്ടാണ് ഇവർ ഓടിക്കുന്നത്. അപ്പോൾ അവിടെ വന്ന് ഇടിച്ച് കയറിയിരിക്കുന്ന മുഴുവൻ പൾസറാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ചേട്ടാ, എൻ്റെ പാർസ ഇവരെ മേടിച്ചുകൊണ്ട് പോയിട്ട് 4 ദിവസം ഓടുന്നു. 5-ാമത്തെ ദിവസം ഞങ്ങൾക്ക് പണിയായിട്ട് ഇങ്ങോട്ട് വരുമെന്ന്. ചിലതൊക്കെ കയ്യും കാലും ഒടിഞ്ഞ് വീട്ടിൽ ഇന്ന് എഴുന്നേക്കാൻ കിടപ്പുണ്ട്. ചിലതൊക്കെ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയി. ലേറിയ. ഒന്ന് ഓർത്ത് നോക്കി, മക്കളെ നീ വേണ്ട രീതിയിൽ വളർത്താഞ്ഞതാ. നീ ചെറുപ്രായത്തിൽ വീഞ്ഞു കുടിച്ചപ്പോൾ നിന്റെ മക്കൾക്ക് ഊറ്റി കൊടുത്ത് നിന്റെ മകൻ കള്ളുഷാപ്പിലും ബാറിലും പോയിരിക്കല്ലേ? അല്ലെ ബീവറേജിന്റെ മുമ്പിൽ നിന്റെ മകനെ കാണാൻ പറ്റത്തില്ലേ? ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാൻ കൂടി എൻ്റെ മകൻ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് പറയാൻ പറ്റുമോ? ശ്രോതാവേ, രക്തം ചെയ്യും. നിന്നെപ്പോലൊരു പരാജിതൻ, നിന്റെ മക്കളെ നേരായി വളർത്താൻ കഴിയാത്ത നീയാണ് ഏറ്റവും വലിയ പരാജിതൻ. നീയാണ് ഏറ്റവും വലിയ പാപി. അല്ലേലിയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അല്ലേലിയ. അതുകൊണ്ട് നാം ദൈവത്തെ അനുകരിക്കണം. ദൈവത്തോട് ചേർന്ന് നടക്കണം. ഈ മൊബൈലൊക്കെ നല്ലതാണ്, അത് ദോഷമെന്ന് ഞാൻ പറഞ്ഞത്. വിളിക്കാൻ ഉപയോഗിക്കും. ഞാൻ അതിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. ഞാൻ വിളിക്കാൻ ഈ മെസ്സേജിനൊക്കെ വേണ്ടിയിട്ടാണ്, ദൈവത്തിന് സംബന്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കുക. അല്ലേലിയ.
ഈ കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷമായി സ്കൂളൊക്കെ അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്കൊക്കെ മൊബൈൽ ആവശ്യമായി. അപ്പോൾ എല്ലാ മാതാപിതാക്കളും മൊബൈൽ മേടിച്ചു കൊടുത്തു. ആമേലര് അപ്പം മൊബൈൽ കിട്ടി. ഇന്നത്തെ 99% കുട്ടികളും മൊബൈൽ ദുർവിനിയോഗം ചെയ്യുന്നത്. പഠിക്കുക എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ വരുമ്പോഴത്തേനും എന്ത് ചെയ്യും? പെട്ടെന്ന് പഠിക്കാനുള്ളത് മാതാപിതാക്കളെ കണ്ണങ്ങോട്ട് മറിഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? എല്ലാം അശ്ലീലവും പൊട്ടച്ചിലും പിന്നെ ചാറ്റിങ്ങുമായി ഗെയിമുമായി കാമുകനും കാമുകിയായിട്ടുള്ള ചാറ്റിങ് എത്ര എണ്ണമാണ് അങ്ങനെ നടക്കുന്നത്. അല്ലയ്യ, ബസ് സ്റ്റാൻഡിൽ ചെന്നല്ലേ ബസ് സ്റ്റാൻഡിന്റെ മുക്കിലും മൂലയിൽ ഓരോ തൂണിലും ചാരി നിപ്പില്ലേ ഓരോന്ന്. വെയിറ്റ് ലിസ്റ്റിൽ ചെന്നാൽ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഓരോ സ്ഥലത്തും ചാരി നിൽക്കുക. അടഞ്ഞിട്ട കടയുടെ ഓരോ സൈഡിലും ഓരോന്നില്ലേ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഓരോന്നില്ലേ. അല്ലേരിയ റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുമോ? നാല് പേര് ഒന്നിച്ച് ലൈനായിട്ട് ഒന്നിച്ച് നടക്കുക ഈ മൊബൈലും പിടിച്ചുകൊണ്ട്. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി നോക്കൊണ്ട് ഇത് ചെവി വെച്ചോണ്ടല്ലേ നടക്കുന്നത്. ചോറുണ്ണുമ്പോൾ സ്വസ്ഥമായിട്ട് ചോറുണ്ടെങ്കിൽ ഇത് ചെവി വെച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. കിടക്കുമ്പോൾ തലയിണക്കിഴി വെച്ചോണ്ട് നിന്റെ ജീവിതത്തിന്റെ പരാജയമേ. നീ എത്ര അതമ്പതിച്ചവനാ സഹോദര സഹോദരി, നീ നിന്റെ കുടുംബ മക്കൾ. പ്രൈസറോ, മാനസാന്തരപ്പെട്ട് മടങ്ങുക. വചനം എന്താ പറയുന്നത്? സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ മക്കൾ. അല്ലേ, അവൻ ദൈവത്താൽ മാനിക്കപ്പെട്ട, ദൈവത്താൽ വളർത്തപ്പെട്ട, ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവിക ഉപദേശത്തിന്, പത്യോപദേശത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന, ദൈവഭയമുള്ള, വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന അനവധി ദൈവമക്കൾ, അനവധി ഭക്തന്മാരുണ്ട്. അവരെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അവർ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് കൂട്ടാളിയുമായി മാറത്തില്ല. വീഞ്ഞു കുടിച്ച് മത്തനായി ദുർനടപ്പ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. അവർക്ക് ദൈവഭയമുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനെ കുറിച്ച് അവർക്ക് വലിയ ബോധ്യമുണ്ട്. അവർ വിശുദ്ധിയോടെ തങ്ങളുടെ ശരീരത്തെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവരെ വിലയ്ക്ക് വാങ്ങിയ കർത്താവിനെ ഇവർ തള്ളിക്കളയാതെ, അവന് രോഗവാദം വരുത്താതെ, അവനെ വീണ്ടും ക്രൂശിക്കുന്നവനായി തീരാതെ അവർ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന അനവധി മക്കളുണ്ട് കേട്ടോ. അല്ലേലിയ, സ്തോത്രം. പ്രൈസറോ, അല്ലേലിയ. നമ്മൾ മാനസാന്തരപ്പെടണം. പ്രൈസറോ, മാനസാന്തരപ്പെടണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നിനക്ക് കായ്ക്കാൻ പറ്റും. നിന്റെ മക്കൾക്ക് നീ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? രക്തം ചെയ്യും. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, സ്തോത്രം, പല ദൈവ മക്കളും അല്ലേലിയ സ്തോത്രം അല്ലിയ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്നു പറയുന്നെങ്കിലും ഈ സീരിയലിന്റെ ഈ കോമഡിയുടെയും ഈ റിയാലിറ്റി സിനിമയുടെ മുമ്പിലാണ്. അല്ലേലിയ വലിയ വലിയ സുവിശേഷകർ അല്ലേലിയ തല കുനിക്കേണ്ട സാഹചര്യം വന്നു. സ്വന്തം മക്കൾ മുഖാന്തരം അനവധി സുവിശേഷന്മാർ തല കുനിക്കേണ്ടി വന്നു. അല്ലേലിയ സ്വന്തം അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു സഹോദരി വിളിച്ച്, അമേരിക്കൻ സഹോദരി വിളിച്ചിട്ട് കുട്ടിയാണ് പഠിക്കാൻ പോയതാ. എന്നോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. 2 ദിവസമായി സ്വഭാവം അങ്ങ് മാറി. ഈറ്റപ്പുലിയെ പോലെ അങ്ങ് മാറി. ചീറ്റപ്പുലിയോ ഈറ്റപ്പുലി എന്നൊക്കെ പറയണേ എന്ന് പറഞ്ഞവരെ. പിന്നെ അതിൻ്റെ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവ ഗുണങ്ങളാണ് പറയുന്നത്. പുളിച്ച തെറിയാ പറയുന്നത്. എനിക്കിവിടെ ലജ്ജ തോന്നി. ഞാൻ ആ കുട്ടിയെ പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. അല്ലേ, എന്തുകൊണ്ടാണ്? മാതാപിതാക്കൾ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ എന്ന് അത് വെളിച്ചത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞ് മക്കളെ വളർത്താനുകൊണ്ട് അവരുടെ മുമ്പിൽ മാതൃകയില്ലാതെ ജീവിച്ചതുകൊണ്ട് ഈ കുട്ടിയാണ് സംസാരിച്ചത്. എനിക്കതിനെ ഓർത്ത് സങ്കടം വരാറുണ്ട്. അല്ലേലിയ, സ്വതന്ത്രം. നമ്മൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറണം. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ നിന്റെ കുടുംബം ദൈവത്തിന് പ്രയോജനം. യോശുവ പറഞ്ഞതുപോലെ നിനക്ക് പറഞ്ഞ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയുടെ പുസ്തകം 24:15 എഴുതിയിട്ടുണ്ട്, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഈ വചനം കേൾക്കുന്നവരോട് പറയട്ടെ, ഇതൊരു വാക്യമായി നീ വായിച്ച് എനിക്കത് അറിയാമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് യോശുവയെ പോലെ മാതൃക ഉണ്ടായിരിക്കണം. അല്ലേലിയ, യോശുവയെ പോലെ മാതൃക. അല്ലേലിയ. ഹാനോക്കിന് അല്ലേലിയ 65 വയസ്സായപ്പം മെഥൂശലഹിനെ ജനിപ്പിച്ചതിന് ശേഷം 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. പുത്രിമാരെയൊക്കെ ജനിപ്പിച്ച് കുടുംബജീവിതം നയിച്ച് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മി പാടി പ്രബോധിപ്പിച്ച് മക്കളെ പരിപാലിച്ചു വളർത്തിയ സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞ വെളിച്ചത്തിന്റെ ഫലമാണ് നിറഞ്ഞ ഒരു ദൈവഭക്തനായിരുന്നു അല്ലേലിയ ഹാനോക്ക് എന്ന് പറയുന്നത്. അല്ലേലിയ 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. ഞങ്ങൾക്കതിന് കഴിയണം. അല്ലെങ്കിൽ ചിലക്ക് എഴുന്നേറ്റ് നിന്ന് ചില കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നത് അവരാണ് ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തിലെ ചരട് മുഴുവൻ ഭരിക്കുന്ന അവരാന്ന് തോന്നും. പക്ഷെ കുടുംബത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ
എന്താ കൂരിരുള. അതുകൊണ്ട് അന്ധകാരം ഭൂമിയും കൂരിലും ജാതികളെയും മൂടുന്നു. അല്ലയോ, നിന്റെ മേലെ യഹോവയുടെ തേജസ് വന്നിരിക്കുന്നു. നീ ദൈവസന്നിധിക്ക് മടങ്ങി വരണം, ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. പല മാതാപിതാക്കളും തലമുണിക്കേണ്ടി വന്നത് മക്കൾ മുഖാന്തരം. എന്തുകൊണ്ടാണ് മക്കൾ മുഖാന്തരം തലമുണിക്കേണ്ടി വന്നത്? മാതാപിതാക്കൾ മക്കളെ മാതൃകാപരമായി വളർത്തിയില്ല. ഹല്ലേലൂയ. മാതൃകാപരമായി മക്കളെ മാതാപിതാക്കൾ വളർത്തിയതെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് മുമ്പ് തലമുണിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇപ്പം മക്കളെ വളർത്തിയതിൻ്റെ ഗുണം കൊണ്ടാ. അല്ലെ, ഭക്ഷണം കൊടുത്താൽ പോരാ, ആ നടത്താനുള്ള വഴിയും കൂടെ അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് ദൈവത്തിന് വചനം, നാം നമ്മുടെ ശുശ്രൂഷകളെ വിറ്റുകളയരുത്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപയെ, കർത്താവ് നമുക്ക് അഭിഷേകത്തെ, ദൈവം നമുക്ക് ശുശ്രൂഷകളെ നാം വിലക്കി വിൽക്കരുത്. പിശാചിൽ വിറ്റുകളയരുത്. അവൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി ആളുകൾ സകലതും ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ കർത്താവിൻ്റെ ദാസനാണ്, ദാസിയാണ്, ക്രിസ്തുവിൻ്റെ മണവാളനാണ്, ഞങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണ് പ്രകമ്പനം കൊള്ളിപ്പിക്കുന്ന, വളരെ വീരവാദം അടിക്കുന്ന അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ജീവിതത്തിലൊന്നുമില്ല, വിശുദ്ധയില്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം നിങ്ങൾ വായിക്കാൻ കാണുന്നുണ്ട്. സഹോദരന്മാരോടും സഹോദരിമാരും ലോകം പടമുള്ള സകല ജലത്തോടും പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ പറയുക, ജഡത്തിലെ ആത്മാവിലെ സകല കൺവെൻഷനും നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. എന്നിട്ട് സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞ ജീവിതം, അതാണ് വെളിച്ചത്തിന്റെ ഫലം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരശുശ്രൂഷ 3.5 വർഷം, യേശുവിന്റെ 33 തിരുവയസ്സ് നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചു നോക്ക്. സ്തോത്രം വായിച്ചു നോക്ക്. ഹല്ലേലൂയ. 4 സുവിശേഷങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരും പഴയ നിയമ പ്രവാചകന്മാരും യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ ആ പ്രവചനങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നിറവേറി പിതാവിന്റെ സന്നിധിയിൽ, യേശുക്രിസ്തു ഭൂമിയിലായിരിക്കും, പിതാവിന്റെ സന്നിധിയിൽ സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞ ജീവിതം നയിച്ച് തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ പൂർണ്ണമായി യേശു ചെയ്തെടുത്തു. ഹല്ലേലൂയ. നിനക്കതിന് കഴിയുന്നുണ്ടോ സഹോദര? ഹല്ലേലൂയ. നിനക്കതിന് കഴിയുന്നുണ്ടോ സഹോദരി? ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് നീ എന്നും വളരെ നടക്കുന്നുണ്ടല്ലോ. ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് നീ എന്നും പോകുന്നുണ്ടല്ലോ. ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് നീ എന്നും പോകുമ്പോൾ നിന്റെ മക്കളുടെ ജീവിതം എന്തായിരിക്കും? നിനക്ക് മാനസാന്തരപ്പെടാൻ കഴിയണം. ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല ജീവിക്കേണ്ടത്, ഈ ലോകത്തിന്റെ ആർഭാടങ്ങൾക്കനുസരിച്ചല്ല ജീവിക്കേണ്ടത്. നീയും നിന്റെ കുടുംബവും സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞ വെളിച്ചത്തിന്റെ ഫലമായിരിക്കുന്ന ആ അനുഭവത്തിൽ വേണം നീ നിന്റെ കുടുംബം ദേശത്ത് മാതൃകയാകാൻ. രക്തം ചെയ്യും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനൊക്കെ ഈ വചനം പറയുമ്പോൾ പൗലോസ് അത്രമാത്രം കഠിനമായ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ ഈ വചനം നമുക്ക് നൽകിത്തരുന്നത്. അല്ലേരി. എന്തിനാണ് നമുക്ക് ഈ സത്യവേദപുസ്തകം തന്നത്? നാം മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ പാപങ്ങളെ വിട്ട്, ലോകത്തിൻ്റെ ജഡികമായ സുഖങ്ങൾ വിട്ട് ഈ ലോകത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ വിടാതെ ജഡത്തിൻ്റെ ആത്മാവിലെ സകല കൺവിഷൻ നോക്കി ലോകത്തിലുള്ളതിനു വേണ്ടി ജീവിക്കാതെ സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞ ജീവിതം നയിപ്പാൻ വെളിച്ചത്തിൻ്റെ ഫലമായ അനുഭവത്തോട് ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തത് കേട്ടോ. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഒരുവൻ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബത്തിനകത്ത് അതിൻ്റെ പ്രവൃത്തി കാണാൻ കഴിയും. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ടവൻ പിന്നെ യഥാർത്ഥത്തിൽ മാനസാന്തരം പിന്നെ പാപത്തിലേക്ക് പോകത്തില്ല. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി, യഥാർത്ഥ മാനസാന്തര ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് വന്നാൽ നീ സീരിയലും സിനിമയും റിയാലിറ്റി ഷോയും കോമഡിയും ഒന്നും കാണത്തില്ല. മാത്രമല്ല, യഥാർത്ഥത്തിൽ നീ മാനസാന്തരപ്പെട്ടവളാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് അധർമ്മം വരത്തില്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലമാണ് നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ ക്രിസ്തുവിന് സൗരഭ്യവാസനയായി മാറും. മാനസാന്തരപ്പെട്ടവനാണ് നീയെങ്കിൽ നീ ക്രിസ്തുവിനെ അനുകരിക്കുന്നവളായി മാറും. പൊട്ടച്ചൊല്ലും ചീത്തത്തരും കളിവാക്കും പറഞ്ഞ് നിന്റെ സമയം നഷ്ടപ്പെടുത്തി ഇരുട്ടിന് നിഷ്ഫല പ്രവൃത്തികൾക്ക് നീ കൂട്ടാളിയായി മാറാതെ വീഞ്ഞു കുടിച്ചും മത്തരായി അതിനാ ദുർനടപ്പുണ്ടാക്കിക്കൊണ്ട് നീ ദേശത്തിന് അപമാനം വരുത്താതെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും നീ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ടവൻ. അല്ലാത്തവൻ എന്ത് ചെയ്യും? ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കും.
അല്ലേരിയ. നമുക്കറിയാം, വഴിയിൽ അഴിച്ചുവിട്ടിരിക്കുന്ന ഒരുപാട് കാളകളെ കാണാൻ കഴിയും. ഏത് പട്ടണത്തിൽ ചെന്നാലും ടൗണിൽ ചെന്നാലും ഒരുപാട് കാളകൾ ഇങ്ങനെ അഴിച്ചുവിട്ട് നടക്കുന്നത് കാണാൻ കഴിയും. മലേറിയ. അപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും മലേറിയ, ചില ആളുകളുടെ വീട്ടിൽ കയറുമേൽ കെട്ടി കൂട്ടിലിട്ട് വളർത്തുന്ന കാളയും കാണാൻ കഴിയും. അല്ലേരിയ. വഴിയിലൂടെ നടക്കുന്ന കാളയെ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് അതിന്റെ ഭക്ഷണം തേടി ഇങ്ങനെ അലരി തിരിഞ്ഞാൽ പോകും. അതിന് തിന്ന് വയറ് നിറയ്ക്കണം. എന്നാൽ കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന കാളയെ രാവിലെ ഉടയും വന്ന് അഴിച്ചിട്ട് പണ്ടത്തെ പോലെ ഈ കാളവണ്ടിയൊക്കെ ഉണ്ടല്ലോ, ആ കാളവണ്ടിയുടെ കീഴിൽ കൊണ്ടുവച്ച് എൻ്റെ നുകം പൊക്കി എൻ്റെ കാലിൽ തോളിൽ വെച്ചിട്ട് അതിനെ കൊണ്ട് വണ്ടി വലിപ്പിക്കും. അല്ലേറിയ. അപ്പം കൂട്ടിൽ കെട്ടിയിരിക്കുന്ന കാള നുഖത്തിൻ്റെ കീഴിൽ നിന്നും വലിയ ഭാരമേറിയ വണ്ടി വലിക്കുകയും ചെയ്യണം, അടിയും മേടിക്കണം, ജോലി ചെയ്യണം. റോഡെ അഴിച്ചുവിട്ട് നടക്കുന്ന കാളയ്ക്ക് യാതൊന്നും ചെയ്യേണ്ട, തിന്ന് കുടിച്ച് നടന്നാൽ മതി. ഇതിലേത് കാളയെ സ്വതന്ത്രൻ? ഈ അഴിഞ്ഞു നടക്കുന്ന കാളയാണോ സ്വതന്ത്രൻ? ഇഷ്ടംപോലെ തിന്നു കുടിച്ച് നടക്കുന്ന കാളയാണോ സ്വതന്ത്രൻ? അതോ കൂട്ടിൽ കെട്ടിയിട്ട് ആമിലരിയ വളർത്തിയെടുത്ത് രാവിലെ നുകം തോളിൽ വെച്ച് ഭാരം വലിച്ച് യജമാനന്റെ ഇഷ്ടത്തിന് ആമി ജോലി ചെയ്യുന്ന കാളയാണോ സ്വതന്ത്രൻ? അല്ലേരിയ. ഞാൻ പറയട്ടെ, ഇതിനകത്ത് സ്വതന്ത്രമായ കാളയെന്ന് പറയുന്നത് യജമാനന്റെ കൈക്കീഴിൽ നിന്ന് നുകം വലിക്കുന്ന കാളയാ. അത് ഭാരമേറിയ ചുമടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റോഡെ അഴിഞ്ഞു വിട്ട് നടക്കുന്ന കാളയെ സ്വതന്ത്രം പറയും. റോഡെ അഴിഞ്ഞു നടക്കുന്ന കാളയ്ക്കൊരു സ്വഭാവമുണ്ട്. അത് രാവിലെ ഇങ്ങനെ നടക്കും. അതിൻ്റെ ഒരു ലക്ഷ്യമില്ല. അതിങ്ങനെ ഒരു പോക്കങ്ങ് പോയിക്കൊണ്ടിരിക്കും. തിന്നു കുടിച്ച ആൾക്കാരുടെ നിന്ന് അപമാനങ്ങൾ തുപ്പും, വരുന്ന വണ്ടികളെല്ലാം തട്ടി മുട്ടി ഒരഞ്ഞും ദേഹം പൊട്ടിയും എല്ലാം ഇങ്ങനെ കാള തൻ്റെ ജീവിതം അവസാനം എവിടെങ്കിലും ആരുടെയും അറവുശാലക്കാരൻ്റെ കയ്യിൽ ചെന്ന് കയറും. അറവുശാലക്കാരൻ്റെ കയ്യിൽ ചെന്ന് കയറി അവൻ അതിനെ വീട്ടി കാശാക്കും. അല്ലേറിയ. എന്നാൽ നുഖത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഈ കാളയുണ്ടല്ലോ, അതിനെ കൊണ്ട് ഭാരം വലിപ്പിക്കും. ഭാരം വലിപ്പിച്ച് വൈകിട്ട് അതിനെ മാമി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ നുഖമൊക്കെ എൻ്റെ മാമി തോളിൽ നിന്ന് കഴുത്തിൽ നിന്ന് മാറ്റിയിട്ട് ആ യജമാനെ കാളയുടെ നുഖത്തിലേക്ക് നിന്ന് അല്ലെങ്കിൽ തോളിലേക്ക് നിന്ന് തൊട്ട് തലോടി വീട്ടിൽ അതിന് വെച്ചിരിക്കുന്ന വെള്ളമൊക്കെ കൊടുത്ത് ഇച്ചിരി എണ്ണയ്ക്കിട്ട തോളിലിട്ട് തലോടുമ്പോൾ ആ കാളയ്ക്കൊരു സന്തോഷമുണ്ട്. അല്ലേലിയ. യജമാനിനെ നോക്കി കണ്ണൊക്കെ ഒന്ന് നിറയും. പകല് മുഴുവൻ എന്നെ കൊണ്ട് നീ പണിയെടുപ്പിച്ചാലും ഈ വൈകിട്ട് എന്നെ കൊണ്ട് അഴിച്ച് എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുള്ളൂ. ഈ കാളയിലെ സ്വതന്ത്രൻ എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ആമി മാതാപിതാക്കളെ അനുസരിക്കാതെ, സമൂഹത്തെ നിയമത്തെ അനുസരിക്കുന്ന ദൈവദാസന്മാരെ ഇടയന്മാരെ അനുസരിക്കാതെ അഴിച്ചുവിട്ട കാളയെപ്പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്, ഒരു കൂട്ടം വിശ്വാസികൾ, ഒരു കൂട്ടം ക്രൈസ്തവരുണ്ട്. അവസാനം നീ എവിടെയെങ്കിലും വണ്ടി തട്ടി ഇടിച്ചു മരിച്ച് നീ എവിടെയും വീണ് കിടക്കും. എന്നാൽ നുഖത്തിൻ്റെ കീഴിൽ ഒതുങ്ങി നുഖത്തിൻ്റെ കീഴിലുള്ള കാളയ്ക്ക് അത് സ്വാതന്ത്ര്യം, എന്നെ സംരക്ഷിക്കുവാൻ, എൻ്റെ വേദന അറിയാൻ, തൊട്ട് തലോടുവാൻ, എന്നെ ആശ്വസിപ്പിക്കുവാൻ ഇടയനുണ്ടായിരുന്ന പോലെ വീട്ടിൽ മാതാപിതാക്കൾക്കും ദൈവദാസന്മാർക്കും വിധേയപ്പെട്ട് ജീവിക്കുന്ന മക്കൾക്ക് എല്ലാ കാലഘട്ടത്തിലും ആശ്വാസം ഉണ്ടായിരിക്കും. നിങ്ങളതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ? ചിന്തിച്ച് നോക്കണം. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഹല്ലേലൂയ. ഞാൻ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരാറുണ്ട്, സന്തോഷം വരാറുണ്ട്. കാരണം ഞാൻ ഈ അലഞ്ഞു തിരിഞ്ഞ് ഇറക്കുന്ന കാളയെപ്പോലെ ഇങ്ങനെ പട്ടണത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. രാവിലെ എഴുന്നേൽക്കും, കണ്ണ് തിരിയുന്നതിനോടൊപ്പം കണ്ടതും കിട്ടിയതും എല്ലാം വാങ്ങി മേടിച്ചും കുടിച്ചും തിന്നും നടന്ന് ഈ ലക്ഷ്യമില്ലാതെ ആരുടെയും കയ്യാൽ തട്ടിപ്പോകേണ്ട ഒരു കാലഘട്ടത്തിൽ നടന്നവനെ ഞാൻ. ആദ്യം ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചിട്ടെ യജമാനൻ്റെ നുഖത്തിൻ കീഴിൽ എന്നെ പിടിച്ചു നിർത്തിയിട്ട് ഈ വിശുദ്ധ വേദപുസ്തകം തന്നിട്ട് ഞാൻ എൻ്റെ യജമാനായിരിക്കുന്ന കർത്താവിൻ്റെ നുഖം ഏറ്റുകൊണ്ട് അവനോട് പഠിച്ചുകൊണ്ട് ഞാൻ സുവിശേഷം പറഞ്ഞതുകൊണ്ട് എനിക്ക് അഭിമാനമുണ്ട്. അല്ലേ? അത് നിന്റെ ജീവിതം നീ കർത്താവിന് വേണ്ടി കൊടുക്കണം. പ്രയേശനം. നിന്റെ മക്കളെ നേരായ പാതയിൽ നടത്തണം. അല്ലൊരു യോഹന്നാൻ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല നിങ്ങളെന്ന്. സന്തോഷം എനിക്കില്ല എന്ന് യോഹന്നാൻ പറഞ്ഞു. അപ്പോസ്തലൻ യോഹന്നാന്റെ ലേഖനങ്ങളിൽ പറയുന്നുണ്ട്. കർത്താവ് തൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്ന സന്തോഷം ഒരു മാതാവിനും പിതാവിനും എത്ര ശ്രേഷ്ഠമല്ലേ? പ്രേസലോ. നിന്റെ മക്കൾ കള്ളുകുടിയനാണോ? നിന്റെ മക്കൾ പെണ്ണ് പിടിക്കുന്നവനാണോ? നിന്റെ മക്കൾ ചൂതാട്ടക്കാരനാണോ? നിന്റെ മക്കൾ വ്യഭിചാരശാലയിൽ പോകുന്നവനാണോ? നിന്റെ മക്കൾ റൗട്ടിയാണോ? നിന്റെ മക്കൾ രാഷ്ട്രീയക്കാരനാണോ? നിന്റെ മക്കൾ തീവ്രവാദിയാണോ? ഭീകരവാണോ? വർഗീയവൻ? നിന്റെ മക്കൾ ഏതാണ് ചെയ്യുന്നത്? ഇല്ല, നിന്റെ മക്കളുടെ സ്വഭാവം എന്താ? വേദപുസ്തകം പറയുക, ഇന്ന് മകൾ വേദപുസ്തകം പറയാൻ വേദപുസ്തകം പറയുക, സ്തോത്രം, സകല സൽഗുണവും നീതിയും സത്യവുമല്ല, അതാണ് വെളിച്ചത്തിന്. നിന്റെ മക്കളെ ആ അനുഭൂതി വളർത്തണം, രക്തം ചെയ്യും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഞാൻ എല്ലാ ദിവസവും പറയണ്ടേ, ഹല്ലേലൂയ, ഞാൻ ഈ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതേ
ദൈവം എന്നോട് കാണിച്ചൊരു കരുണയുണ്ട്, ഒരു മനസ്സലിവ്. പണ്ടേ ഒരുപിടി മണ്ണായി മാറാമായിരുന്നു ഞാൻ. ഒരുപിടി മണ്ണായി നരകത്തിന് വേണ്ടി വിധിക്കപ്പെട്ട നരകം എന്നെ മാടി വിളിച്ചു. സാത്താൻ പറഞ്ഞ് നിന്നെ ഞാൻ നരകത്തിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് എൻ്റെ പിന്നാലെ കൂട്ടം കൂടി എൻ്റെ തോളിൽ കൈയിട്ട് എനിക്കിഷ്ടംപോലെ കള്ളു വാങ്ങിത്തന്ന്, കഞ്ചാവ് വാങ്ങിത്തന്ന്, ചരസ് വാങ്ങി, കറുപ്പ് വാങ്ങിത്തന്ന്, അടിപിടി ഉണ്ടാക്കി, തെരുവിറവിൽ പിശാച് പറഞ്ഞു എൻ്റെ വാസസ്ഥലത്തേക്ക് നമുക്ക് ഒന്നിച്ചു പോകാൻ പറഞ്ഞു. അവൻ്റെ തോളിൽ കൈയിട്ട് നടന്നതാണ് പിശാച്. ആ കൈ എൻ്റെ തോളിൽ നിന്ന് അഴിച്ചുവിട്ട കർത്താവ് കേട്ടോ. ആ കൈ, സാത്താൻ്റെ കൈ എൻ്റെ തോളിൽ നിന്ന് മാറ്റി കർത്താവിൻ്റെ കരം എൻ്റെ കരത്തെ കയറി പിടിച്ചു. എൻ്റെ ഏലിയ കർത്താവിൻ്റെ കരം എൻ്റെ കരത്തിന്മേൽ കയറി പിടിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ വഴി ഇതാണ് മനസ്സിലായത്. അതുകൊണ്ട് കർത്താവ് പറയുമ്പോൾ അവൻ നമ്മെ ഉള്ളം കരങ്ങളിൽ വരച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. പ്രൈസലോ. സാത്താൻ നിന്റെ മക്കളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് നടക്കരുത്. സാത്താൻ നിന്റെ മക്കളുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന അവസരം കൊടുക്കരുത്. നിന്റെ മക്കളുടെ വലകൈ യേശു പിടിക്കട്ടെ. പ്രൈസലോ. യേശു ക്രിസ്തുവാണ് നിന്റെ മക്കളുടെ വലകൈ പിടിച്ചിരിക്കുന്നതിൽ അവൻ സകല സൽഗുണവും സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞ ജീവിതം നയിക്കും. വെളിച്ചത്തിന്റെ ഫലമായി അവൻ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. പരോപകാരം ചെയ്യുന്നതിനകത്ത് അവൻ ശ്രേഷ്ഠനായി തീരും. അല്ലേലൂയ. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ശ്രേഷ്ഠമായി വളർത്തണം. പ്രൈസലോ. അല്ലേ? എങ്ങനെയോ അങ്ങ് പോയത്, അടിച്ചതിലെ പോയില്ലെങ്കിൽ പോയതിലെ പോട്ടെന്നല്ല നമ്മുടെ ജീവിതം. ചെല്ലു പറയല്ലേ, അടിച്ചതിലെ പോയില്ലേ പോയതിലെ പോട്ട് പാസ്റ്റർ എന്നൊക്കെ ചെല്ലു പറയാറുണ്ട്. പക്ഷെ ഞാൻ അതിനോട് പണ്ട് യോജിക്കാതെ ഇപ്പം യോജിക്കത്തില്ല. ഇപ്പം എനിക്ക് യോജിക്കാൻ പറ്റില്ല. അടിച്ചതിലെ പോയില്ലേ പോട്ടാണ്. അവൻ എവിടെ വെച്ച് നിടിച്ചു കയറുവതേ, അവൾ എവിടെ വെച്ച് നിടിച്ചു കയറാൻ കാണുന്നത്. എത്ര എണ്ണം ആത്മഹത്യ ചെയ്യുന്നത്, എത്ര എണ്ണം ഓരോ ദിവസം ആത്മഹത്യ ചെയ്യുന്നത്, എത്ര എണ്ണം ജീവിതം തകർത്ത് കളയുന്നത്. അല്ലെങ്കിൽ ദൈവമില്ലാതെ ജീവിച്ച് ഇന്ന് അനവധി മക്കൾക്ക് വീട്ടിൽ കിടക്കാൻ സ്ഥലമില്ല. അവൻ കിടക്കുന്ന കടത്തിൻ്റെയില്ല, അവൻ കിടക്കുന്ന മാർക്കറ്റില്ല, പലർക്കും കിടക്കാൻ സ്ഥലമില്ല. അവൻ അലഞ്ഞിരുന്നൊക്കെ പലരും കിടക്കുന്ന ബീവറേജിന് മുമ്പില്ല, കള്ള് ഷാപ്പിൻ്റെ പടിക്കില്ല. തലേ ദിവസം രാത്രി മുഴുവൻ കുടിച്ച് വാള് വെച്ചിട്ട് വീട്ടിലേക്ക് നടന്നു വരാനുള്ള വഴി അറിയത്തില്ലാതെ പിശാച് പറയും, നീ ഇവിടെ കിടന്നോ, ഇതാ നിന്റെ വീടെന്ന് പറയുന്നതിൻ്റെ കൂടെ. അങ്ങനെ അനവധി ആളുകൾ കിടക്കുന്ന പെരുവഴിയിൽ. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ കണ്ണു കീറുന്ന എഴുന്നേറ്റ് വീട്ടിലേക്ക് ഉള്ള വഴി തപ്പുക. ലേലിയ. അങ്ങനെ ഞാൻ നടന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ നടന്നിട്ടുണ്ട് വർഷങ്ങൾ. എൻ്റെ അനുഭവമൊക്കെ ഇത് പറയുന്നത്. നീ മാനസാന്തരപ്പെടണം. നിന്റെ മക്കളെ നീ നേരായ പാതയിൽ വളർത്തണം. നിന്റെ മക്കളെ നന്നായി നിലയിൽ വളർത്തണം. ഹല്ലേലൂയ. സൽഗുണവും നീതി നിറഞ്ഞ് സത്യം നിറഞ്ഞ അനുഭവത്തിൽ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവനായി ക്രിസ്തുവേശുവിൽ ഭയഭക്തിയോടെ ജീവിപ്പാൻ നിന്റെ മക്കളെ നീ ഒരുക്കിയെടുക്കണം. അതിനാദ്യം മാതൃക നിങ്ങളായിരിക്കണം. രക്തം ചെയ്യണം. പ്രൈസലോ. മാനസാന്തരത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസലോ. അപ്പൊ ഇവിടെ ദൈവത്തിന് കർത്താവ് നിങ്ങളിൽ പരോപകാരത്തെ കാണണം. നിങ്ങളിൽ നിന്ന് പരോപകാരം ചെയ്യുന്നത് കർത്താവ് കാണണം. മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കുന്നതിൽ നിങ്ങൾ തീവ്രമായിരിക്കണം. പരോപകാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് മാത്രമല്ല, ഒരാളുടെ കഷ്ടതയില്, സങ്കടത്തില്, ദുഃഖത്തില്, വേദനയില് അവനെ ചെന്ന് കാണുവാൻ, ആശ്വസിപ്പിക്കുക, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഒക്കെ പരോപകാരം കേട്ടോ. ഹല്ലേലൂയ. മാത്രമല്ല, നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും കർത്താവിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. കർത്താവുമായിട്ട് നിങ്ങൾക്ക് വലിയ ബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഏറ്റവും വലിയ ബന്ധം കർത്താവുമായി സ്ഥാപിച്ചുകൊണ്ട് നീ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ, അല്ലെങ്കിൽ തളർന്നു പോകാതെ നീ കർത്താവിനോട് ജീവിക്കണം. നമ്മൾ യാക്കോബിന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ ഒരു വാക്യമുണ്ട്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തൊരു പാപം തന്നെയെന്ന്. ഹല്ലേലൂയ. അപ്പം പരോപകാരം ചെയ്യുവാൻ നിനക്കറിയാം, നന്മ ചെയ്യുവാൻ അറിയാം. ഇന്നത്തെ ആയിരക്കണക്കിന് ജനം ക്യാൻസർ ബാധിച്ച് ഭവനത്തിനകത്ത് വേദനയിലൂടെ കടന്നു പോകുന്നുണ്ട്, ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, വിവിധ കഷ്ടതകൾ കടന്നു പോകുന്നുണ്ട്. അവരുടെ അടുത്തേക്കൊക്കെ ഒന്ന് ചെന്നിട്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് സുവിശേഷമൊക്കെ ഒന്ന് പറഞ്ഞ് യേശുവിനെ കുറിച്ച് പറഞ്ഞ് ആ വേദന തന്നെ നമ്മൾ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുമ്പോണ്ടല്ലോ, ആ നന്മ ഉണ്ടല്ലോ, ആ പരോപകാരം, അത് അവരുടെ ജീവിതത്തിൽ ഒരു കുളിർമയാണ് കേട്ടോ. ഹല്ലേലൂയ. വേദന കൊണ്ട് പുളഞ്ഞു കിടക്കുന്ന മരണത്തെ മാത്രം മുന്നിൽ കണ്ട് കിടക്കുന്ന എത്രയോ പേരുണ്ട്. ദാരിദ്ര്യത്തിന് തന്നെ, സങ്കടത്തിന് തന്നെ, കണ്ണുനീരിന് തന്നെ സമാധാനമില്ലാതെ ജീവിക്കുന്ന എത്ര കുടുംബങ്ങളാ. നമ്മൾ പരോപകാരം ചെയ്യണം. ഈ പരോപകാരം നീ ചെയ്യണമെങ്കിൽ നീ എങ്ങനെ വളരണം? സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞ ഒരു ഹൃദയം നിനക്കുണ്ടായിരിക്കണം. വെളിച്ചത്തിന്റെ ഫലം നിന്റെ ഉള്ളിൽ പുറപ്പെടണം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തിക്ക് അല്ല നീ കൂട്ടാളിയാക്കേണ്ടത്. അതാണ് അല്ലെങ്കിൽ സ്തോത്രം. നമ്മൾ എഫെസ്യർ 5 അല്ലെങ്കിൽ സ്തോത്രം 11 പറയാം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾക്ക് നീ കൂട്ടാളിയാകരുത്.
Efesiയർ 5:17 വീഞ്ഞു കുടിച്ച് മത്തനായി ദുർനടപ്പനുസരിച്ച് ജീവിക്കരുത്. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി ജീവിക്കണം. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. നിന്നെ സൃഷ്ടിച്ചത് ദൈവമാണ്, നിന്റെ സൃഷ്ടാവ് ദൈവമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ തേടി പോകരുത് കേട്ടോ. ഈ ലോകം മുഴുവൻ എഴുതി തരാമെന്ന് പറഞ്ഞാൽ, ഈ ലോക രാജ്യം മുഴുവൻ നിനക്ക് എഴുതി തരാമെന്ന് പറഞ്ഞാലും പാപത്തിലേക്ക് പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, പാപികൾ ഒന്നാമനെ ഇനി ഞാൻ അതിൽ ജീവിക്കത്തില്ല. അന്ന് ദമസ്കോസ് പടിക്കൽ വെച്ച് എൻ്റെ യേശു എന്നെ തൊട്ടു, എന്നെ സന്ദർശിച്ചു. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ എന്നോട് ഒറ്റ വാക്കാണ്, നീ ഉപദ്രവിക്കുന്ന യേശു. അതെ, ആ ഒറ്റ സന്ദർശനത്തിൽ പാപികൾ ഒന്നാമനായിരുന്ന പൗലോസ്, ആ ശൗല് പിന്നത്തെ കർത്താവിൻ്റെ വിലപ്പെട്ട ശ്രേഷ്ഠനായി, കർത്താവിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനായി, പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേക കാര്യനിർവഹണങ്ങളെ നടത്തിയെടുക്കുവാൻ യോഗ്യതയുള്ള, പ്രാഗൽഭ്യമുള്ള, മൂന്നാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട് ദൈവിക ദർശനം പ്രാപിച്ച് അഭിഷേകമുള്ള, സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞ വെളിച്ചത്തിന്റെ ഫലമായ പൗലോസ് പിന്നത്തേതിൽ കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചു. ഹല്ലേലൂയ. ആ ഫലം നിലനിൽക്കുക, ആ വചനമാണ് നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് യേശു പറയും, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ അധിക ഫലം കാണാതെ. പൗലോസിനെ ഇവിടെ കർത്താവ് തിരഞ്ഞെടുത്ത് ഈ സുവിശേഷം ഈ നുഖം കൊണ്ട് വെച്ചു കൊടുത്തു. അല്ലെങ്കിൽ ഈ നുഖം കൊണ്ട് വെച്ചു കൊടുത്ത യജമാനന്റെ നുഖത്തിൻ കീഴിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുക, ഹല്ലേലൂയ, നീരിട്ടിൽ നിഷ്ഫല പ്രവർത്തിക്ക് കൂട്ടാളിയാകരുത്, കർത്താവിനെ അനുകരിക്കണമെന്ന്. ഹല്ലേലൂയ. നമുക്ക് അതിലേക്ക്, നമ്മുടെ ജീവിതം താൽക്കാലികം കേട്ടോ. അധികം നാളൊന്നും ഇല്ലെന്നേ നമുക്കിവിടെ. നമുക്ക് അധികം നാളൊന്നുമില്ല. അധികം നാളും നമുക്ക് കിട്ടുന്നത് നമുക്ക് ഭാഗ്യമെന്ന് കരുതിയാൽ മതി. അത് എത്ര ആരും കിട്ടുന്ന ഭാഗ്യം. ആ കാലം മുഴുവൻ യേശു വേണ്ടി ജീവിക്കണം. എന്നെ കേൾക്കുന്ന എൻ്റെ 36-ാമത്തെ വയസ്സിന് യേശുവിനെ കാണും. 36 വർഷം പിശാച് എന്നെ നടത്തിയത്. ഇപ്പം ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ ചെറുപ്രായം തൊട്ട് എനിക്ക് യേശുവിനെ അറിഞ്ഞതെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു. ഞാൻ കർത്താവിന് ഒത്തിരി പ്രവർത്തിച്ചേനെ. പക്ഷേ എന്നെ ആ കാലഘട്ടത്തിൽ വിളിച്ച് എന്നെ ലോകത്തെ ഒന്ന് ശരിക്കും പഠിപ്പിച്ചിട്ടാണ്. ലോകത്തെക്കുറിച്ചും ലോകജനത്തെക്കുറിച്ചും ലോകത്തിന് സാത്താനെക്കുറിച്ചും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അവൻ്റെ രൂപഗുണ ഭാവങ്ങളെ എല്ലാം എനിക്ക് ശരിയായിട്ട് വെളിപ്പെടുത്തി മനസ്സിലാക്കി തന്നിട്ടാണ് കർത്താവിനെ അതിന് വലിച്ചു മാറ്റിയത്, അടർത്തി മാറ്റി കർത്താവിൻ്റെ വലങ്കൈ പിടിച്ചിട്ട് സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞൊരു ജീവിതം എനിക്ക് തന്നത്. അല്ലേ, എന്നാലും ഞാൻ സന്തോഷവാനാണ് കേട്ടോ. സമയം താമസിച്ച് സന്തോഷം. നീ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. നീ കർത്താവിനെ അനുകരിക്കണം. ഈ ലോകത്തിൻ്റെ പാപസ്വങ്ങളിൽ പോകരുത്. നമുക്കൊറ്റ ജീവിതമേ ഈ ഭൂമിയിലുള്ളൂ. അല്ലെങ്കിൽ രണ്ടാമതൊരു ജീവിതമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ, എന്താണ് റോമലേഖനം 12-2 വാക്യം പറയുന്നത്? റോമലേഖനം 12-2 വാക്യം, ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അല്ലേ, ഈ ലോകത്തിന് അനുരൂപപ്പെടരുതെന്ന്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഈ ലോകം നമുക്ക് സ്ഥിരമല്ല. ഈ ഇവിടുത്തെ കൂട്ടുകെട്ടുകളൊന്നും ശാശ്വതമല്ല സ്വതാവി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ബാല്യത്തിലെ നിന്റെ മക്കളുടെ ബാല്യത്തിലെ അല്ലെങ്കിൽ നീ ക്രിസ്തുവിൻ്റെ നുഖം അവൻ്റെ മേൽ വെച്ചു കൊടുത്ത് ആ നുഖത്തിൻ കീഴിൽ വളർത്തണം. അതിന് നീ ആദ്യ ക്രിസ്തുവിൻ്റെ നുഖത്തിൻ കീഴിലായിരിക്കണം. മാതാപിതാക്കൾ ക്രിസ്തുവിൻ്റെ നുഖത്തിൻ കീഴിൽ അവൻ്റെ വചനം ഏറ്റെടുത്താണ് ജീവിക്കുന്ന നിന്റെ മക്കളെ നിനക്ക് ആ പാതയിലൂടെ നടത്താൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം മാനസാന്തരത്തിൽ എന്താണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഈ ലോകം ഹല്ലേലൂയ പാപത്താൽ നിറയപ്പെട്ട് കിടക്കുകയാണ്. ഈ ലോകം പാപത്താൽ നിറയപ്പെട്ട് ഭീകരവാദം, തീവ്രവാദം, വർഗീയത പെരുകി. ഹല്ലേലൂയ. മനുഷ്യന് സമാധാനമില്ല. എവിടെയും തമ്മിലടി, വെട്ടും, രാഷ്ട്രീയ പ്രതികാരങ്ങൾ, രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ തീർത്തുകൊണ്ടിരിക്കുക. അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയക്കാരും അവരിൽ സമുദായക്കാരും വിശ്വാസികൾ ഒന്നടങ്കം അടിപിടി കൂട്ടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടം എന്താ? ഈ അധികാരത്തിന് വേണ്ടി നിങ്ങളൊരു എല്ലും കഷ്ണം ഇറച്ചിക്കട ചെന്ന് കശാപ്പ് അറവുശാല ചെന്നിട്ട് ആ മാടിൻ്റെ ഇറച്ചിയൊക്കെ വിറ്റ് അവിടെ എല്ല് കിടപ്പുണ്ടായിരിക്കും. ആ എല്ല് എടുത്തുകൊണ്ട് വരണം. ആ എല്ല് എടുത്തുകൊണ്ട് വന്നിട്ട് അത് പെരുവഴിയിലൊക്കെ നായ്ക്കൾ കൂട്ടമായിട്ട് കിടപ്പുണ്ട്. ആ കൂട്ടമായിട്ട് നടക്കുന്ന നായ്ക്കളുടെയിലേക്ക് ഈ എല്ലൊന്ന് ഇട്ട് കൊടുക്കണം. ഒരെല്ല ഇട്ട് കൊടുക്കാവുള്ളൂ. ആ ഒരെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ അല്പസമയം നോക്കി, ഈ കിടക്കുന്ന നായ്ക്കളെല്ലാം കൂടെ കാട്ടിപ്പിടി കൂട്ടി അടിച്ച് കാലക്ക് തമ്മി കടിച്ച് ബഹളമുണ്ടാക്കി. എന്താ? ഒരു എല്ലിന് വേണ്ടിയിട്ടാണ്.
ഓരെല്ലിനു വേണ്ടി ഈ നായ്ക്കളിനെ കടിപിടി കൂട്ടുന്ന ഇന്നത്തെ കാല സമുദായവും രാഷ്ട്രീയക്കാരും സഭയും ഒരെല്ലിനു വേണ്ടി ഈ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടി ഈ നായ്ക്കൾ കിടന്ന് കടിപിടി കൂട്ടുന്ന പോലെ കടിപിടി കൂട്ടുക. നിങ്ങൾ എല്ലെടുത്ത് കൊണ്ടിട്ട് കൊടുത്തിട്ട് ഒരു എല്ല് കടയിൽ ചെന്ന് മേടിച്ചിട്ട് നായ്ക്കളുടെ കൂട്ടത്തിന് മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ സ്വഭാവം കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ സഭയിലേക്ക് നോക്കണം, നിങ്ങളുടെ നേതാക്കന്മാരെ നോക്കണം, സമുദായത്തിലേക്ക് നോക്കണം, രാഷ്ട്രീയക്കാരിലേക്ക് നോക്കണം, സംഘടനയിലേക്ക് നോക്കണം, നിങ്ങളുടെ ഭവനത്തിലേക്ക് നോക്കണം. അല്ലേരിയ അപ്പോൾ അറിയാം നമ്മൾ ആരാന്ന് കേട്ടോ. അല്ലേരിയ മനസ്സാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസലോ. അതുകൊണ്ടാണ് അല്ലേയ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എഫെസ് ലേഖനം 5-10 വാക്യം വായിച്ചത് എന്താണ്? അവൻ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. 11-ാമത്തെ വാക്യം പറയും, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തി കൂട്ടാളിയാകരുത്. എഫെസ് ലേഖനം 5:3-4 പൊട്ടച്ചൊല്ല് കളിവാക്ക് ചീത്തത്തിലും ചേർച്ചയില്ലാത്ത പറയരുത്. 5-ാമത്തെയും 17-ാം വാക്യത്തിൽ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ദുർനടപ്പുണ്ടാകും. എഫെസ് ലേഖനം 5-ാം വാക്യം 1-ാം വാക്യം ദൈവത്തെ അനുകരിക്കണം. ക്രിസ്തു നമുക്കൊരു സൗരഭ്യവാസനയാകണം. എഫെസ് ലേഖനം 5:17-18 വരുമ്പോൾ ആത്മീയഗീതങ്ങളാലും സങ്കീർത്തനങ്ങളാൽ ദൈവത്തെ പാടി സ്തുതിക്കണം. ഈ ഒരു അധ്യായത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ടെന്ന്. അല്ലെങ്കിൽ അത് നമ്മളൊന്ന് ഇരുന്ന് മനസ്സിരുന്ന് വായിച്ച് മക്കളെ അങ്ങ് പറഞ്ഞ് പഠിപ്പിക്കണം. നീ പഠിക്കണം. അല്ലെങ്കിൽ എങ്കിലേ നിനക്ക് മാനസാന്തരം ഉണ്ടാവുള്ളൂ. ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഉപദേശമൊക്കെ ചിലപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് ഉറക്കം വരും, ക്ഷീണം വരും, ജളിപിരിയൊക്കെ കൊള്ളും. ഇതൊന്നും കേൾക്കണ്ട, ഇത് കേൾക്കാനാണോ? ദൂതൊന്നുമില്ലല്ലോ. ഗൾഫിന് വിടും, അമേരിക്കയ്ക്ക് വിടും, വിസ കിട്ടും, മക്കൾ എഞ്ചിനീയറും ഡോക്ടറാകും എന്നൊന്നും പറഞ്ഞ് കേട്ടില്ലല്ലോ. ഇതൊക്കെ പറയാൻ എനിക്കറിയാം. അങ്ങനത്തെ ദൂരം അങ്ങനെ ഒക്കെ ചെയ്യും അല്ലേ. പക്ഷെ ഇന്നും നിനക്ക് ആവശ്യം ഇതാണ് അല്ലേ. ഇന്ന് നിനക്ക് നിന്റെ കുടുംബത്തിനും ആവശ്യമായ സന്ദേശം ദൈവം തരുന്നത്. ഓരോ ദിവസവും അല്ലെ നിന്റെ ഗൾഫിന് വിടാം, അമേരിക്ക വിടാം, യൂറോപ്പിന് വിടാം, വിസ കിട്ടും, നിനക്ക് പണം ഉണ്ടാക്കുന്ന, നീ മുകളിൽ കൂടെ സഞ്ചരിക്കുന്ന, കാണുന്നു, പറന്നു പോകുന്ന, അങ്ങനെയൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കുന്നതല്ല ഈ ശുശ്രൂഷ കേട്ടോ. ഓരോ ദിവസവും ദൈവാത്മാവ് പറയും എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത്. അതാണ് ദൈവം തരുന്നത് അല്ലേ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്താൽ നിന്റെ കുടുംബത്തിന് ഞാൻ പറഞ്ഞ ഈ വാക്യങ്ങളും ഈ വചനങ്ങളും ചിന്തിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുക. ഇരുട്ടിൽ നിഷ്ഫലപ്രവൃത്തി കൂട്ടാളിയാണോ? വീഞ്ഞു കുടിച്ച് മത്തനാണോ? പൊട്ടച്ചൊല്ലും കളിവാക്കും ചിത്രത്തിലും പറഞ്ഞ് നീ ജീവിതം കളയുന്നവനാണോ എന്ന് ഒരു അനുഭവം നീ നോക്കിയിട്ട് നീ മടങ്ങി വരണം. മടങ്ങി വന്നിട്ട് പൗലോസ് പറഞ്ഞ സകല സൽഗുണവും നീതിയും സത്യവും നിറഞ്ഞ വെളിച്ചത്തിന്റെ ഫലമായി നീ നിന്റെ കുടുംബം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വാചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ തലമുറ ഗണത്തിൽപ്പെടാതെ അന്യ സംസ്ഥാന തൊഴിലാളി, ഇന്ത്യയിലെ 145 കോടി, 7 ഭൂഖണ്ഡങ്ങളായ 800 കോടി ജനം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിതൊട്ട് കോട്ടായതുവരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാ അധികാരസ്ഥരെ, എല്ലാ ന്യായാധിപന്മാരെ, എല്ലാ ഭരണ സംവിധാന രാജരാഷ്ട്ര തലവന്മാരെ, ശൈശവത്തിലും ബാല്യത്തിൽ കൗമാരം യൗവനത്തിലും വാർത്തയും വൃത്തരും ഈ ആശ്ചര്യം ഓർഫനേജ് ഓട്ടജീവ തടവറയിലായിരിക്കുന്ന സകല ജനതയും അപ്പോൾ അവിടുത്തെ കരങ്ങളേൽപ്പിക്കും. ദേശത്തും വിദേശത്തും ആയിരിക്കണം പ്രിയപ്പെട്ടവരെല്ലാം സൂക്ഷിക്കണമേ. കഷ്ടതയുടെ സങ്കടത്തിന്റെ കണ്ണുനീരിന്റെ നടിയുടെ വേദനകൾ കടന്നുപോകുന്ന ഭാരങ്ങൾ, നിരാശ, ദുഃഖങ്ങൾ, മക്കളെക്കുറിച്ച് വേദനിക്കപ്പെട്ടവർ, മാതാപിതാക്കൾ വേദന അനുഭവിക്കും. വളരെ കഷ്ടത്തിൽ കടന്നു അനവധി കുടുംബങ്ങളെ ഇന്ന് മുതൽ കർത്താവിനെ യഥാസ്ഥാനപ്പെടുത്തണമേ. സാത്താന്റെ കയ്യിൽ അമർന്ന് കിടക്കുന്ന അനവധി കുടുംബങ്ങൾ, പാപശാപ രോഗ വേദനകളിൽ അകപ്പെട്ട് കിടക്കുന്ന അനവധി ജീവിതങ്ങളെ ഇന്ന് പകൽ കർത്താവെ വിടുവിക്കണമേ. ഒരു മനസ്സാന്തരം കൊടുക്കണമേ. ഇരുട്ടിന്റെ നിഷ്പ്രയോജന പ്രവൃത്തികൾ അകപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ച് മത്തനാകാതെ കർത്താവോട് ചേർന്ന് കർത്താവ് ദൈവത്തിന് പാടി സ്തുതിച്ച് ദൈവത്തെ കർത്താവിന്റെ വരവിലുവാൻ വേണ്ടി ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ദൈവത്തിന്റെ ദാസന്മാർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. തിരു കർത്താവി മിസ്രിയിലും സുഡാനിലും ആഫ്രിക്കയിലും കർത്താവി പലസ്തീനും ബംഗ്ലാദേശിലും അവൻ ഇന്തോനേഷ്യയിലും പാകിസ്ഥാൻ അനവധി ക്രൈസ്തവ പീഡനം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവി സമാധാനത്തിൽ എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ നിങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.